ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനമായ ദിവസമല്ലായിരിക്കാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? ഞങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോയതുപോലെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. വീണ്ടും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ സംസാരിക്കണം. യേശു നാം തന്നെ ആമേൻ. ഇവിടെ നാം കാണുവാൻ കഴിയുന്നുണ്ട്, കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്കൊക്കെയും പ്രത്യക്ഷനായ ശേഷം വീണ്ടും സ്വർഗാരോഹണം ചെയ്ത് ഹല്ലേലൂയ പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതാണ് കർത്താവ് പോയപ്പോൾ ഒരു മൂടുപടം വന്ന്, മേഘം വന്ന് മൂടുപടം പോലെ മറഞ്ഞ് ഹല്ലേലൂയ കർത്താവിനെ മേഘങ്ങൾ എടുക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാർ കൂടെയുള്ള ഗലീല പുരുഷന്മാർ കർത്താവിനെ ആകാശത്തിലേക്ക് ഉയർത്തിട്ട് പോയപ്പോൾ അവർ മേഘങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നതാണ് കാണുന്നത് പറയുകയാണ്. നിങ്ങൾ മേഘാരുടനായി പോയതുപോലെ കർത്താവ് പോയത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ കർത്താവ് വീണ്ടും വരും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പേ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് നാം പോയിരിക്കുകയാണ്. എന്നാൽ കർത്താവ് വീണ്ടും വരുവാൻ സമയമായിരിക്കുക. സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും മധ്യ തേജസ് മേഘത്തിൽ വെളിപ്പെടുമ്പോൾ സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ചവർ ആരാധ്യം ഉയർത്തുന്നതൊക്കെ പിന്നെ ജീവനൊഴുക്കിയത് നാം തേജസ്കരിക്കപ്പെടുവാനിടയായിത്തീരും. പ്രിയ മക്കളെ, കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള അടയാളങ്ങൾ കർത്താവ് കണ്ട ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം അതിലൊക്കെയും ഹല്ലേലൂയ കേൾക്കുമ്പോൾ ഓർക്കുകയും എൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു. നാം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരും എന്ന്. സ്തോത്രം. കാരണം കർത്താവിൻ്റെ വചനത്തിൻ്റെ തിരുവെഴുത്തിലെ ഓരോ കാര്യങ്ങളും നമ്മളെ കണ്ണിന് മുമ്പിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, സ്തോത്രം. ഹല്ലേലൂയ. ഇടർച്ചകൾ. കാരണം മരുമകൾ അമ്മായിമ്മയോടും അമ്മായിപ്പനോടും മക്കളെ കൊല്ലുന്ന കാലം, പിതാക്കന്മാരെ കൊല്ലുന്ന കാലം, മാതാപിതാക്കളെ കൊല്ലുന്ന കാലം, ഇടർച്ച വരുത്തിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് ഒരു തോന്നും. പക്ഷേ കർത്താവിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഇത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. കറക്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ്. ഇത് കർത്താവിൻ്റെ വചനത്തിൻ്റെ നിവർത്തീകരണം വന്നേ പറ്റൂ. സ്തോത്രം. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനങ്ങൾക്കോ എൻ്റെ വാഗ്ദത്തങ്ങൾക്കോ മാറ്റം വരികയില്ല. സ്തോത്രം. കാരണം അപ്പോൾ ഈ വചനം നിവൃത്തിയാകേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. അപ്പോൾ നാം ഇന്ന് കാണുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ ഹല്ലേലൂയ അത്ഭുതപ്പെടും. കാരണം മക്കൾ അനുസരണമില്ലാതെ പോകുന്നു. ഹല്ലേലൂയ. പല കാര്യങ്ങൾ ഹല്ലേലൂയ മ്ലേച്ഛത ഒക്കെയും നടക്കുന്നു. നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാത്ത കാര്യങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഭയമാണ്. സ്തോത്രം. എന്നാൽ ഇതെല്ലാം കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. സ്തോത്രം. അപ്പോൾ കർത്താവ് ഇനിയും അധികം സമയമില്ല. യുദ്ധവും ക്ഷാമങ്ങളും ഭൂകമ്പവും ഹല്ലേലൂയ. യെരുശലേം പള്ളി കഴിഞ്ഞ ദിവസം യൂട്യൂബിലാണോ എവിടെ ന്യൂസ് കേൾക്കാനായിരുന്നു. യെരുശലേം പള്ളിയുടെ ഭാഗം പിളർന്നിരിക്കുന്നതായിട്ട് ഇങ്ങനെ കാണുന്നത് ഫേക്കാണോ എന്ന് അറിഞ്ഞുകൂടാ, എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അതൊക്കെ കണ്ടപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ വചന നിവർത്തീകരണത്തിലേക്കാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. അപ്പച്ചൻ്റെ വരവ് ഏറ്റവും ആസനമാണ് മക്കളെ. നാം ചിന്തിക്കുന്ന പോലെ ഇനിയും സമയം നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ നാം ഒന്ന് മാത്രം ചെയ്യുക. കർത്താവിൻ്റെ വചനം പറയുന്ന അഴുക്കുള്ളവൻ നീ അഴുക്കാവട്ടെ. നീതി പ്രവൃത്തി ചെയ്യുക. അശുദ്ധൻ നീ അശുദ്ധനാകട്ടെ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഹല്ലേലൂയ നമുക്ക് ക്രമീകരിക്കാം. നമ്മളെ തന്നെ നമുക്ക് ശുദ്ധീകരിക്കാം.
സ്തോത്രം. ഹല്ലേലൂയ. നോഹാപ്പച്ചൻ വിളിച്ചു പറഞ്ഞു. അതുപോലെ പ്രളയം വരാൻ പോകുന്നു. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നോഹാപ്പച്ചന് ഹല്ലേലൂയ വട്ടാണെന്ന് പറഞ്ഞത്. എന്നാൽ പ്രളയം വന്ന് എല്ലാവരും മുങ്ങിത്താണപ്പോഴാണ് മനസ്സിലായത് ഹല്ലേലൂയ നോഹയുടെ കൂട്ടത്തിൽ നോഹയുടെ കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. നാം കഴിവതും മറ്റുള്ളവരെ അനേകരെ നമുക്ക് നീതിയിലേക്ക് നടത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ കഴിയണം. ഹല്ലേലൂയ എങ്കിൽ പോലും നമ്മുടെ കുടുംബത്തെയെങ്കിലും നമുക്ക് നേടുവാൻ കഴിയണം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. പ്രാർത്ഥിക്കുക. അനേകരെ ദൈവത്തിന് നീതിയിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം കർത്താവ് വരവ് ആസന്നമായി. നമ്മളെ തന്നെ വിശുദ്ധിയോടെ, നമ്മൾ തമ്മിൽ നിർമ്മലതയോടെ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഇത് വഷളത്വം നിറഞ്ഞ സമയമാണ്. കഴിവതും പൈത്തന്മാരെ ഇവരെയും തകർത്ത് കളയുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ വളരെ കെയർഫുള്ളായി കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഇനിയും സമയമില്ല കുഞ്ഞെ. മാതാവേ, പിതാവേ, ഇതൊന്ന് പിന്നെ നാളെ നമുക്ക് നീട്ടിവെക്കാൻ സമയമില്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ മാതാവേ, പിതാവേ തിരസ്കരിച്ച് കളയരുത്. കുഞ്ഞെ തിരസ്കരിച്ച് നാളെ എന്നുള്ള സമയം ഒരു പക്ഷേ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സമയം വൈകിട്ട് 6 മണി കാണാം എന്നുള്ള ഉറപ്പ് എൻ്റെ ലൈഫിൽ എനിക്കില്ല. കാരണം കർത്താപ്പച്ചൻ എപ്പോഴാണ് നമ്മളെ വിളിക്കുക, എപ്പോഴാണ് നമ്മളെ കളിക്കുക, ആ നാദം, ആ ശബ്ദം നമ്മൾ കേൾക്കാൻ അറിയില്ല. സ്തോത്രം. അപ്പോൾ ഏത് സമയവും കർത്താവിന് വേണ്ടി ഒരുങ്ങി നിൽക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഹല്ലേലൂയ വിശുദ്ധിയോടെ നിർമ്മലത. കർത്താവിന് പാപ്പ എന്ന് വിളിക്കുന്നവരല്ല, അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് പുത്രിമാരെന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൻ്റെ ഹല്ലേലൂയ വരവിന് വേണ്ടി കർത്താവ് മേഘാരൂഢനായി പോയത് ഗലീല പുരുഷന്മാർ നോക്കി നിൽക്കുക. സ്തോത്രം. അപ്പോൾ കർത്താവ് അവർ പോയതുപോലെ മടങ്ങി വരും. നിങ്ങളെ വീണ്ടും ചേർക്കുവാൻ, നമ്മെ ചേർക്കുവാൻ കർത്താവ് വീണ്ടും വരും. അപ്പോൾ ആ വരവിന് വേണ്ടി, കർത്താവിൻ്റെ ആ വരവിന് വേണ്ടി ഈ നാളുകൾക്ക് നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. എൻ്റെ ഭജസ്വരം കേൾക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞെ, നീ ഇതുവരെ നീ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കർത്താവിൻ്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവരെ ആണ് കർത്താവ് സ്വീകരിക്കുന്നത്. സ്തോത്രം. മാത്രമല്ല വിശുദ്ധിയോടെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് അതിൻ പ്രകാരം വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, കാത്തിരിക്കാം. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു.